ഞാൻ റിട്ടയേർഡ് ഫാം സൂപ്രണ്ട് PV സുരേന്ദ്രൻ, കേരള കാർഷിക സർവകലാശാലയിൽ നിന്നാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം തൃക്കരിപ്പൂർ ഒരു ഫാം പോയിൻ്റ് എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം നടത്തി വരുന്നു. അതിൽ പ്രധാനമായിട്ടും നമുക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഗുണനിലവാരമുള്ള മാവുകളാണെങ്കിലും മറ്റ് പ്ലാവുകളാണെങ്കിലും ഏകദേശം 10-40 വ്യത്യസ്ത തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ നമ്മൾ ഇവിടുന്ന് കർഷകർക്ക് വിതരണം ചെയ്യുന്നു. അപ്പോൾ അതിൽ ഇപ്പം മാവിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവിൽ നമ്മുടെ തനത് മാവുകൾ പലതും ഉണ്ട്. അപ്പം ചിലർ നമ്മുടെ കുറ്റിയാട്ടൂർ മാവുകളൊക്കെ വളരെ നല്ല മാവുകളാണ് എന്നുള്ളത് തർക്കമില്ല. അതേപോലെ തന്നെ മാമ്പഴ രുചി എന്ന് പറയുന്ന വൈവിധ്യമായിട്ടുള്ള രുചിയാണ്. കുഞ്ഞിമംഗലം മാങ്ങ, കുറ്റിയാട്ടൂർ മാവ് എന്നൊക്കെ പറയുന്നതിനെ പോലെ തന്നെ നമ്മുടെ ഗോമാവാണെന്നുണ്ടെങ്കിലും നമ്മുടെ കപ്പമാങ്ങയാണെങ്കിലും ഇതിനൊക്കെ രുചി വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ നമ്മുടെ ടേബിൾ ഇനങ്ങളായിട്ടുള്ള നമ്മുടെ ഏറ്റവും നല്ല ഇനങ്ങളായിട്ടുള്ള ബങ്കനപ്പള്ളി ആണെങ്കിലും കാലപ്പാടി ആണെങ്കിലും ഇപ്പോൾ പടന്നക്കാടിൻ്റെ സ്വന്തമായിട്ടുള്ള ഫിറങ്കിലടുവയാണെങ്കിലും ഇതൊക്കെ ഏറ്റവും മികച്ച ഒരു ടേബിൾ വെറൈറ്റിയിൽ വരുന്ന ഇനങ്ങളാണ്. അതേപോലെ തന്നെ ഇന്ന് വിദേശ പലതരത്തിലുള്ള ഒട്ടുമാവുകളും നമുക്ക് ഇന്ന് കേരളത്തിൽ വരുന്നു. നന്നായിട്ടത് കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇപ്പം തായ്ലാൻഡിലെ ബനാന മാംഗോ, അതേപോലെ തന്നെ R2E2 എന്നുള്ളൊരു വെറൈറ്റി, അതേപോലെ പിന്നെ മിയാസാക്കി എന്നുള്ള ഒരു വെറൈറ്റി, അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20-ലധികം വിദേശ മാവുകളുടെ തന്നെ കളക്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ മാവ് കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ടും കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, പൊട്ടുമാവുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കീടാക്രമണം ഒരു ഘടകമാണ്. രണ്ടാമത് പിന്നെ ഇത് കായ്ക്കാനുള്ള കാരണം നല്ല കായിക വളർച്ച വന്നു കഴിഞ്ഞിട്ടും ഇത് കായ്ക്കാത്തൊരവസ്ഥയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഏത് ഒട്ടുമാവുകളാണെങ്കിലും ഏത് പഴവർഗ്ഗ ഒട്ടു തൈകളാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളത് നടീൽ സ്ഥലം ഒരുക്കുമ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നത് 1 മീറ്റർ ആഴമുള്ള കുഴി തന്നെ എടുക്കണം. എന്നിട്ട് ആ കുഴിക്കകത്തേക്ക് ഭൂമിയുടെ ഏറ്റവും മേലെയുള്ള മേൽമണ്ണ്, ആ കുഴിയിൽ നിന്ന് എടുത്ത മണ്ണിനെ പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ഭൂമിയുടെ ഏറ്റവും മേലെയുള്ള അതൊരു 10 സെൻറ്റിമീറ്റർ കനത്തിലുള്ള മണ്ണിനെ ചെത്തി കൂട്ടിയെടുത്തിട്ട് ഈ കുഴിയിലേക്ക് നിറക്കുക. ആ നിറക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കണം. ഒരു നേരത്തെ തെങ്ങിനൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു കുഴിയിൽ ഒരു 20 കിലോഗ്രാമെങ്കിലും ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കണം. കുമ്മായവും അതുപോലെ ചേർക്കണം. അങ്ങനെ പൂർണ്ണമായിട്ടും കുഴി മൂടുക. കുഴിയൊന്നും നമുക്ക് വെക്കാതെ കുഴി പൂർണ്ണമായിട്ടും മൂടിയിട്ട് അതിൻ്റെ മുകളിലേക്കൊരു കൂമ്പാരം കൂട്ടുക. കുറച്ചുകൂടി ഏകദേശം ഒരു 1/2 അടിയോളം മുകളിലേക്കൂടെ പൊക്കുക. അങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടുള്ളതിൽ നിന്നും നടുവിൽ ഭാഗത്തു നിന്ന് അതിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു കുഴി താഴേക്ക് എടുക്കുക. അതിൽ നമുക്ക് നന്നായിട്ട് വളം ചേർത്ത് കൊടുത്ത് അതായത് എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, അങ്ങനെയൊക്കെയുള്ള നല്ല വളങ്ങൾ, ചെടി വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിലേക്കാണ് നമ്മൾ ഒരു മാവിൻ തൈ, ആ മാവിൻ തൈ അതിൻ്റെ ഒട്ടുഭാഗം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മാവ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ നടിയിൽ, നേരത്തെ പറഞ്ഞതുപോലെ നടിയിലിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കുഴിയൊക്കെ എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നടുവിലുള്ള കുഴിയിൽ ഇറക്കുന്നതിന് മുമ്പ് അതിനകത്തേക്ക് ആവശ്യമായ വളമൊക്കെ ഇട്ടിട്ട് ഇറക്കുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ അടിഭാഗത്തെ ബ്ലേഡ് കൊണ്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഭാഗം അങ്ങോട്ട് മാറ്റുക, താഴത്തെ ഭാഗം. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇതിനകത്തുള്ള മൺകട്ട ഒരു കാരണവശാലും ഉടയാൻ പാടില്ല. ഇതിങ്ങനെ തന്നെ കുഴിയിലേക്ക് ഇറക്കുമ്പോഴും നമ്മുടെ ഈ ഗ്രാഫ്റ്റ് യൂണിയൻ മണ്ണിൻ്റെ മുകളിൽ നിൽക്കണം. ഇവിടെയാണ് അതിൻ്റെ ഗ്രാഫ്റ്റ് യൂണിയൻ നിൽക്കുന്നത്. അപ്പോൾ അത് മണ്ണിൻ്റെ മുകളിൽ നിൽക്കണം. ആ രീതിയിൽ ഈ പ്ലാസ്റ്റിക് കവർ മുകളിലേക്ക് നമുക്ക് വലിച്ചൂരാം. താഴത്തെ ഭാഗങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിച്ചൂരാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ കൃത്യമായി ആ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാവ് നന്നായിട്ട് വളരുകയുള്ളൂ. അതിന് ഇത്രയും ഇളകിയ മണ്ണ് വേണം. പലരും കർഷകർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മാവിൻ്റെ ഈ കവറിൻ്റെ സൈസ് അനുസരിച്ചുള്ള കുഴി എടുത്തിട്ടാണ് നടുക. അങ്ങനെ വരുമ്പം ഈ തായ്വേര് ഉള്ള ഒരു ചെടിയാണല്ലോ ഈ മാവെന്ന് പറയുന്നത്. അപ്പോൾ തായ്വേരുള്ള ഒരു മാവ് കുറേ കാലങ്ങളായിട്ട് ഇതിനകത്ത് തന്നെ കിടക്കുകയാണ് അതിൻ്റെ തായ്വേര്. അപ്പോൾ പൊതുവേ ഇതിൻ്റെ സ്വഭാവം അതുമായി പൊരുത്തപ്പെടുന്ന ഒരു ഇതിൽ നമുക്ക് അതിന് തൊട്ട് താഴെ വരുന്ന മണ്ണ്, ആ മാധ്യമം വളരെ കട്ടിയുള്ളതാണെങ്കിൽ ഇതിൽ നിന്ന് വേര് പുറത്തേക്ക് ചാടില്ല. അങ്ങനെ ചില കർഷകർ പറയുന്നത് നട്ടത് അങ്ങനെ തന്നെ കിടക്കുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം നമ്മൾ അശാസ്ത്രീയമായിട്ട് നട്ടത് തന്നെയാണ്. അപ്പോൾ കുഴി എടുക്കുന്നത് ഈ രീതിയിൽ വലിയ കുഴി തന്നെ എടുത്തിട്ട്
ആവശ്യമായ മേൽമണ്ണുകളൊക്കെ ചേർത്തിട്ട് തന്നെ നമ്മൾ മാവ് നടീൽ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ മാവ് അതേപോലെ തന്നെ മറ്റ് ഫലവൃക്ഷങ്ങളൊക്കെ പൂക്കുക കായ്ക്കുക എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും നമ്മുടെ വിൻ്റർ സീസൺ, അതായത് ശീതകാലത്തേക്ക് കടക്കുന്ന, അതായത് ശക്തമായ മഴയ്ക്ക് ശേഷം നമുക്ക് കിട്ടുന്ന വെയിലും അതിന് ശേഷം വരുന്ന ശീതകാലവും ഒക്കെയാണ് മിക്കവാറും പ്ലാവാണെങ്കിലും മാവാണെങ്കിലും എല്ലാം നന്നായിട്ട് പൂക്കുന്നൊരു സമയമാണിത്. അപ്പോൾ അതിൽ നമ്മൾ പൂക്കാതിരിക്കുക എന്ന് പറയുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് അതിന് കായിക വളർച്ച നന്നായിട്ട് കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ആണ് ആ മാവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഒരു നനയൊക്കെ കുറയ്ക്കേണ്ടതുണ്ട്. ഈ സമയത്ത് മാവുകൾക്കോ ആണെങ്കിലും മറ്റ് പ്ലാവുകൾക്കാണെങ്കിലും എല്ലാത്തിനും നനയൊന്ന് കുറയ്ക്കണം. എങ്കിൽ മാത്രമേ ഒരു റിപ്രൊഡക്ഷൻ്റെ ഇതിനകത്തേക്ക് ഈ ചെടികളൊക്കെ മാറുള്ളൂ. അല്ലാതെ എല്ലാ കാലത്തും ഒരേപോലെ നല്ല സുഖമായിട്ട് കിട്ടുമ്പോൾ അതിനകത്ത് പൂക്കുക കായ്ക്കുക എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് അത് മാറില്ല. അപ്പോൾ അങ്ങനെ നമുക്കൊരു സ്ട്രെസ്സ് ഇതിനകത്ത് കൊടുക്കണം. അതായത് ചെറിയൊരു ഷോക്ക് കൊടുക്കുക എന്ന് പറയുന്ന പോലെ ഇതിനെ നമുക്ക് നനയുടെ കാര്യത്തിൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഫ്ലവറിങ്ങിലേക്ക് മാറും. അപ്പോഴാണ് ഇതിൻ്റെ റിപ്രൊഡക്ഷനിലേക്ക് ഇത് മാറുക. അപ്പോൾ ആ രീതിയിൽ വെള്ളം നന കുറച്ച് കുറക്കണം. ഈ സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രമേ അതിനകത്ത് വെള്ളം നനയ്ക്കുക. അപ്പോൾ ഇത് ഫ്ലവറിങ്ങിലേക്ക് മാറും. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവിനെ കായ്പ്പിക്കാൻ, പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൾട്ടാർ എന്നുള്ള ഒരു ഹോർമോൺ തന്നെ നമുക്ക് മാവിലേക്ക് കൊടുക്കാം. വേറെ ദോഷങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ടുള്ള റെക്കമെൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ കൾട്ടാർ ഒരു മാവിൻ്റെ ഏകദേശം 1 മീറ്റർ വിട്ടിട്ട് 4 ഭാഗത്തും ഓരോ കുഴി എടുത്തിട്ട് കൾട്ടാർ എന്ന് പറയുന്നത് ഹോർമോൺ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ എടുത്ത കുഴിക്കകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഏത് പൂക്കാത്ത മാവും പൂക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.